ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, അവനവൻ വിലമതിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ, അവനവനിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റൂ എന്ന് പറഞ്ഞു. ലോകത്തെ മാറ്റാൻ പറ്റൂ. അപ്പൊ എല്ലാവരും മാറിയിട്ട് ലോകം മാറാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇനി ഞാൻ പറയുന്നത് എന്തോന്ന് വെച്ചാ, നമ്മള് ഈ സാധാരണക്കാരന്, അതായത് ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, അപ്പൊ സമയത്തെ കൃത്യമായി ഉപയോഗിക്കുന്നവർ, റിസ്ക് എടുക്കുന്നവർ, അതെല്ലാം കറക്റ്റ് ചെയ്യുന്ന എത്ര ശതമാനം ആൾക്കാരാന്ന് പറഞ്ഞു? 3% ആൾക്കാരെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ, അതെന്താണ്, അതിന്റെ കാരണം, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അത്തരത്തിൽ വിജയിക്കാൻ പറ്റും. ഒരാൾക്കെന്നല്ല, ഇദ്ദേഹത്തിനും വിജയിക്കാം, ഇയാൾക്കും വിജയിക്കാം, അയാൾക്കും വിജയിക്കാം, എനിക്കും വിജയിക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്താണ്? നമ്മൾ നമ്മിലേക്ക് നോക്കാതിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിക്കത്തില്ല. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. മറ്റുള്ളവർ ശരിയാണോ? മറ്റുള്ളവരെങ്ങനെയാണ്, അവർ സന്തോഷിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ മാത്രം ദൈവം എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നേ? പുസ്തകം എടുത്ത് വായിക്കാൻ പറയാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ പുസ്തകം കൈകൊണ്ട് തുറക്കാത്തവരും പറയുന്നത് എന്താ? മാർക്ക് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് വേറെ എവിടുന്ന് ഒളിഞ്ഞു കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിന് വില മതിക്കാത്തതുകൊണ്ടാണ്. മനസ്സിലാവുന്നു? എന്നാ പിന്നെ നമുക്കത് നോക്കാം. അതായത് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഈ നിങ്ങളുടെ ജീവിതത്തെ വില കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കുള്ളത് നമ്മൾ കാണാതെ പോകും. എന്തോ, നമ്മളുടെ കഴിവ് നമ്മൾ കാണാതെ പോകുന്നു. മനസ്സിലായോ? ആരെങ്കിലും വന്ന് ഓർമ്മപ്പെടുത്തണം, ഡോ സ്നേഹേ, നിനക്ക് ഈ കഴിവില്ലയോടാ, ആ കഴിവില്ലയോടാ. ഇല്ല, KFCയുടെ മുതലാളി പണ്ട് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണമായത് മറ്റുള്ളവരുടെ പ്രശംസയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻസ് ആകാം, ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇല്ല എങ്കിലും ഈ യേശുവിനെ പോലെ, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ അങ്ങനെ പല ആൾക്കാരും ജയിച്ചവരുണ്ട്. അവരൊക്കെ ജനനം കൊണ്ടേ സെറ്റായി അങ്ങ് വരുക. കാരണം ഇച്ഛാശക്തി കൃത്യമായി ഏറ്റെടുത്തങ്ങ് ചെയ്യുക. മനസ്സിലാവുന്നു? അവർ ആരെയായിരിക്കും പുകഴ്ത്തുന്നേ? അവരെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഞാൻ കഠിനമായ ത്യാഗങ്ങൾ സഹിച്ച് ക്രൂശിലേറി 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. യേശു പറയുക, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാനല്ലാതെ എന്നിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിവില്ല. മനസ്സിലാവുന്നു? ഇങ്ങനെ കൃത്യം, ഞാൻ സ്നേഹമാകുന്നു, കൃത്യമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പൊളു കളിക്കാന്ന് പറയും. കാരണം എന്താ? ഈ സോഷ്യൽ മീഡിയ വന്നതിന്റെ കുഴപ്പമാണ്. പക്ഷേ ശക്തമായി സമൂഹം നിങ്ങളെ എങ്ങനെ ആക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിഷയമല്ല. പണ്ടില്ലേ വേറൊരുത്ത ഉണ്ടായിരുന്നല്ലോ, ഇല്ല തമാശ രീതിയിലൊക്കെ വന്ന് ഭയങ്കരമായി തഗ്ഗടിച്ച് ആൾക്കാരെ, ആറാട്ടെണ്ണല്ല, അവനും ഒരു പൊട്ടനാ, അവനും വന്നാണ്ടില്ലേ. വേറൊരുത്തുണ്ടല്ലോ, പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ്. മനസ്സിലാവുന്നു? അവനെ ആദ്യം എങ്ങനെയാ കണ്ടേ, ഇപ്പൊ എങ്ങനെയാ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അങ്ങനെ ആക്കി വെച്ച്. മനസ്സിലാവുന്നു? ഈ സമൂഹം അങ്ങനെയാണ്. അപ്പൊ നമുക്കുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മൾ അതിനെ പ്രശംസിക്കുകയും ചെയ്യണം. സമൂഹം അത് തിരിച്ചറിയാനും പ്രശംസിക്കാനും തുനിയത്തില്ല. പക്ഷെ എന്തോ ചെയ്യും? കൃത്യമായി നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ യവന്മാര് നിങ്ങളുടെ അടുത്ത് വരും. ഞാനായാലും അവിടെ ചെന്നേ പറ്റൂ. മനസ്സിലായോ? അപ്പൊ നമുക്കുള്ളത് കാണാതെ ഇല്ലാത്തത് മാത്രം നോക്കിയിരിക്കും. എനിക്ക് ആ കഴിവില്ല, എന്റെ അപ്പൻ അങ്ങനെ അല്ലായിരുന്നു. ഈ അപ്പന്മാരുള്ളവന്മാരൊന്നും അല്ല ജയിച്ചതെന്ന് ആലോചിച്ചോണം. അപ്പന്മാരെ പിന്തുടർന്നവരല്ല ജയിച്ചത്. അപ്പൊ ആലോചിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നടക്കുന്നു. ഇതാണ് ഫാമിലി എന്ന് പറയുന്നത്, കുടുംബം. കൂടുമ്പോ ഇമ്പമുള്ളത്. ഒരുമിച്ച് ഇരിക്കുമ്പോൾ വലിയ സന്തോഷമൊക്കെയാണ്. അറിയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്നത് ഉള്ളപ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഇന്ന് ചന്ദ്രനിൽ പോയവര്, ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് പേരിട്ടത് എന്തുവാ? കാരന് പേരിട്ട ആരെയാ? അതിലൊരാളുടെ ഭാര്യയുടെ പേരാ. കാരണം എന്താ? അതാണ് ആ കുടുംബം ഇല്ലാതായപ്പോൾ അയാൾ സഫർ ചെയ്ത വിഷയം. അപ്പൊ അതിന്റെ ഡെപ്ത് അയാൾ മനസ്സിലായി. ചന്ദ്രനെ പൊന്നതിനേക്കാൾ ടഫാണ് അതെന്ന് അയാൾ പറഞ്ഞു. അത് ഫേസ് ചെയ്യാൻ. മനസ്സിലായോ? കുടുംബമുള്ളപ്പോൾ അതിന്റെ വില മനസ്സിലാക്കണം.
മനസ്സിലാവുന്നു? അത് മനുഷ്യൻ മനസ്സിലാക്കാറില്ല. ഇതും എന്തോത്തിന്റെ ഇതാണ്, നമ്മൾ വിലമതിക്കാത്ത നമ്മൾ വിലമതിക്കാതെ പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ ഒന്നാണ് കുടുംബം. മനസ്സിലായോ? കുടുംബം കറക്റ്റ് ചെയ്യണം, ഉള്ളപ്പോൾ അതിന്റെ വില മനസ്സിലാക്കണം. പിന്നെ ഈ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയും. മനസ്സിലാവുന്നു? ആരോഗ്യം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് ഒരു രോഗം വരുമ്പോ അതിന്റെ ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കുന്ന സ്വഭാവം. മനസ്സിലാവുന്നു? അതൊരു പ്രശ്നമല്ലയോ? അപ്പൊ ആരോഗ്യം. ഹായ് ഷീന, അമൽ, രഞ്ജിത്ത് ജേക്കബ്, ഗുഡ് മോർണിംഗ്. അപ്പം മനസ്സിലാവുന്നോ? അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ്? ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നിയന്ത്രണം നടത്താതെ ആരോഗ്യം പോയി കഴിയുമ്പോൾ അസുഖം വരുമ്പോ അങ്ങനെ ചെയ്തായിരുന്നു ഇങ്ങനെ ആകാരുന്നു എന്ന് പറയുന്ന അതൊരു പ്രതിസന്ധിയാണ്. മനസ്സിലായോ? അത് നമ്മൾ വിലമതിക്കാതിരിക്കുന്ന പ്രശ്നമാണ്. പിന്നെ അതുപോലെ നമ്മൾ വിലമതിക്കാതെ പോകും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടും. വിലമതിക്കാത്തത് കൊണ്ട് പരാജയപ്പെടുന്ന ഒരു സാധനമാണ് സമയം. ഞാൻ പറയും, മോനെ അത് പഠിക്ക്, എടാ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. യെസ്റ്റർഡേ അറ്റ് നൈറ്റ് എത്രയായിരുന്നു, ഒരു 9 മണിക്ക് ഞാൻ എന്റെ ഇളയ കുഞ്ഞ്, അറിയാമോ, നിങ്ങൾക്ക് അറിയാമോ കൊച്ചിനെ? നിയ സാർ. അങ്ങനെ ഞാൻ ആക്ഷേപിക്കത്തില്ല, പേരും അറിയത്തില്ല, ഞാൻ തൊട്ട് കാണിക്കും കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞു, മോനെ 9ാം ക്ലാസ്സിലെ പുസ്തകങ്ങളിൽ ഏത് പുസ്തകമെങ്കിലും ഒരു പുസ്തകം എടുക്കൂ. അപ്പൊ പപ്പായെ സോപ്പിടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ലൈക്ക് പൊളിറ്റിക്സ്. അല്ലല്ല, കുഞ്ഞിന് ഇഷ്ടം പൊളിറ്റിക്സ് ആണ്. സോ കുഞ്ഞെന്ത് ചെയ്ത് സോഷ്യലിന്റെ പുസ്തകം എടുത്തു. അതിനകത്ത് 3 എണ്ണം ഉണ്ട്. ജോഗ്രഫി ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഓർ എക്കണോമിക്സ് ഉണ്ടായിരുന്നു. അത് 3 എണ്ണം എടുത്ത് കൈ കൊടുത്തു. പുസ്തകം കണ്ട ഉടനെ കുഞ്ഞിന്റെ കണ്ണ് രണ്ടുകൂടെ പുറത്തേക്ക് അങ്ങ് വന്നു, ഉരുണ്ടുകൂടി. കൊച്ചിന്റെ കണ്ണൊക്കെ ഉരുണ്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട വേണ്ട, അടച്ചു ഉടനെ അമ്മേ ഓടിവായോ, ബോധം കേട്ടോ. അതാരം നമ്മൾ ആലോചിച്ചോണം, എന്ത് ചെയ്യണം? സമയം പോകുമ്പോഴാണ് നമ്മൾ നഷ്ടത്തെ പറ്റി ചിന്തിക്കുന്നത്. നമ്മുടെ ലിനിയമ്മ അങ്ങനെയല്ല, ലിനി കറക്റ്റ് സമയത്തെല്ലാം ചെയ്ത. മനസ്സിലായ? ആരടാ ദുഷ്ടന്മാർ റോഡിന് നടുക്ക് കുപ്പി വെച്ചേക്കുന്നത്? ഇത് പൂജ കേട്ടോ, അതിനകത്ത് ചവിട്ടുന്നവൻ ചാവും. അല്ലല്ല, ഇതെന്തോ നഗ്നമായ പൂജയാ. അവള് നമുക്ക് ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിച്ചാ. അപ്പൊ ഏതോ പൊട്ടന്മാരായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത എന്താണെന്നറിയാം, സമയം പോകുമ്പോഴാണ് നമ്മൾ നഷ്ടം തിരിച്ചറിയുന്നത്. ഒരു കാര്യം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ നമ്മുടെ സമയം, ഞാൻ ആദ്യം ഈ ട്രെയിനിങ് കൊടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം കേട്ടോ, നിങ്ങളോടും ഞാൻ പറയാ, ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയാം? മനുഷ്യന്റെ ആയുസ് എത്ര? 60 to 70 or 80. കാരണം എന്താ, ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ 50, ആവറേജ് 48-50 ആയിരുന്നു. ഇപ്പോഴത്തെ 75 വർഷം കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതി മാറി. ഇപ്പൊ നിങ്ങൾ പറയുന്നു 80, 70, 80 ഇന്നിപ്പോ ഒരു മനസ്സിലാവുന്നു. ഇനി അത് 90, 100 ആവട്ടെ. ഏജിങ് ഫാക്ടേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ എവരി മെഡിസിൻസ് ഹാവ് ആഡഡ് സംതിങ്. അത് പോട്ടെ, ഇറ്റ്സ് നോട്ട് മോർ ദാൻ 90 or 80. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ഒരു 80 കൂട്ടിക്കും നമുക്ക്. അപ്പൊ നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ മരിക്കും? ഒരു 80 വയസ്സാകുമ്പോൾ മരിക്കൂ എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതം നശിപ്പിച്ച് കളയും. കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇച്ചിരി തണ്ണി അടിക്കാം, ഒരു സിഗരറ്റ് വലിക്കാം, കൊച്ചുങ്ങൾക്ക് 2 പുസ്തകം മേടിച്ചു കൊടുക്കാം എന്നൊക്കെ ചിലവന്മാര് വിചാരിക്കും. ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാം എന്നൊക്കെ വിചാരിക്കുന്നവന്മാരും ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ അത് നമ്മൾ ആരാധനയൊക്കെ അവിടെ നിക്കട്ടേ. നിന്റെ ജീവിതം ആദ്യം കൊണ്ടുവന്നിട്ടല്ലേ നീ ആരാധന കൊണ്ടുവരുന്നേ. മനസ്സിലാവുന്നോ? നിന്റെ ജീവിതം എവിടെ നിൽക്കുന്നു, നിന്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു? നീ ആദ്യം ജയിക്ക്. മനസ്സിലാവുന്നോ? നീ സക്സസ് ആവാൻ നോക്ക്. മനസ്സിലാവുന്നോ? നിന്റെ ആത്മാവിനെ നേടണം. ആത്മാവ് എക്സിസ്റ്റൻസ് ഉള്ളതാ. നീ മരിച്ചാലും ഇവിടെ കാണും. നീ ചെയ്ത പ്രവർത്തികളും നിന്റെ കാണത്തില്ലേ? അതുകൊണ്ടാണ് അതിനെ കർമ്മഫലം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, ഞാൻ ആരോടും തർക്കിക്കാനില്ല. ഇൻ കേസ് ഇതിനകത്ത് വാസ്റ്റ് ആയിട്ടൊരു നോളജ് ആവശ്യമുള്ളവർ മാത്രം എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. വി ക്യാൻ ഡിസ്കസ്. അല്ലാതെ അറിവില്ലാത്ത ഒരാൾക്ക് നമുക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. അവൻ അവന്റെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ. അവൻ അവന്റെ 60 വയസ്സ് വരെ ഇങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെങ്കിലും ഒന്നങ്ങ് മരിച്ചു പോട്ടെ.
എന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് സുഖാന്വേഷികളായി പോകും. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, സ്വർഗം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലാവുന്നു? നമ്പർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ മോൾ ഒരു അച്ചീവ്മെന്റ് 10ാം ക്ലാസ്സിൽ ഇത്ര പെർസെന്റേജ്, 99.9% റിസൾട്ട്. മനസ്സിലാവുന്നു? A+ എന്ന് ഞാൻ പറയാത്ത എന്താ, A+ എല്ലാവർക്കും ഇന്ന് കൊടുക്കുന്നതാ, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം. മനസ്സിലാവുന്നു? അപ്പം ഇത്രയും പെർസെന്റേജ് മാർക്ക് വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് അച്ചീവ്മെന്റ് കഴിഞ്ഞു. നിങ്ങൾ ആദ്യ സ്വർഗത്തിൽ പടിയേറി. ഇനി അടുത്തേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ബുർജ് ഖലീഫയെ പോയി അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കണം. അത് പോയി അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ നമ്പർ ഓഫ് സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടാകണം. അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നില്ല, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ലക്ഷ്യമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഏത് ബസ്സാ കയറാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. മനസ്സിലാവുന്നു? ഈ കുഴപ്പിക്കാൻ നിൽക്കണ്ട, അതെനിക്ക് ഒത്തിരി പറഞ്ഞു തരേണ്ടി വരും. മനസ്സിലായി? അപ്പൊ ഈ ലക്ഷ്യം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കും? ദിശ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യും? സ്പീഡേ പോകാൻ പറ്റും. സ്പീഡ് അറിയാം. നമുക്ക് സ്പീഡേ പോകണമെന്നോ, എങ്ങോട്ടെങ്കിലും കിടന്ന് സ്പീഡേ പോയാൽ മതിയോ? കറക്റ്റ് ആയിട്ട് എനിക്ക് അവിടെ പോകണ്ടേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർഗം ഏത് വഴിയും സ്വീകരിക്കാം. മനസ്സിലായോ? ലക്ഷ്യം പർപ്പസ് ആണെങ്കിലേ നിനക്ക് മാർഗം സ്വീകരിക്കാൻ പറ്റൂ. ഐഡിയ കിട്ടിയോ മോനെ? അപ്പൊ നമ്മള് എന്തോ ചെയ്യണം? സമയം പോകുമ്പോഴാണ് ഈ 99% ആൾക്കാരും എന്തോ ചിന്തിക്കുന്നത്, നഷ്ടത്തെ പറ്റി തിരിച്ചറിയുന്നത്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഷിനു എന്നെ വിചാരിക്കുന്നുണ്ടോ, അന്ന് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ പോകാമായിരുന്നു. മനസ്സിലാവുന്നു? എല്ലാരും ഇപ്പൊ നമ്മുടെ ബിനു തോമസും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അന്ന് ആ സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ, പക്ഷെ ഇനി തിരിച്ചു കിട്ടൂ ഇല്ല. അപ്പൊ ഇനി അത് അനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ജോലി ലഘൂകരിക്കാൻ പറ്റുന്ന ടെക്നോളജിയുടെ കാലഘട്ടം കൂടാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഇത് ചെയ്യുന്നേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? നമ്മൾ വിലമതിക്കാതെ പോകുന്ന ഒരു പ്രശ്നം. അപ്പൊ അതിനകത്ത് നമ്മൾ വിലമതിക്കാതെ പോകുന്ന വലിയൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷിക്കാറില്ല. എന്തോ മോളെ, ഇവിടെ ഒരു ചെറിയ സന്തോഷം കിട്ടിയാലും, അതുകൊണ്ട് ആ പൂച്ചയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടിയെന്ന് വെച്ചോ, അത് കൃത്യമായി സന്തോഷിച്ചിരിക്കണം. കാരണം യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ചാൻസ് ടുമോറോ അഗൈൻ. നാളെ കിട്ടത്തില്ല. ഓപ്പർച്യൂണിറ്റി നെവർ നോട്ട് ടോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൂച്ചയെ നമ്മൾ കണ്ടു, അതിന്റെ കൂടെ നമ്മൾ സന്തോഷം കണ്ടോ? അവന്റെ മുഖത്ത് കണ്ടോ? അപ്പൊ ചെറിയ സന്തോഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സാധാരണക്കാരെ എന്ത് ചെയ്യുന്നു? ചെറിയ സന്തോഷങ്ങൾ ഭയങ്കര സാധനം. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത് പറഞ്ഞ പോയിന്റ് എന്താ പറഞ്ഞേ? ചെറിയ സന്തോഷം. നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷവും നമ്മൾ സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. മനസ്സിലാവുന്നോ? ഡൗട്ട് ഉണ്ടോ? ചെറിയ സന്തോഷങ്ങൾ നമ്മൾ എന്തോ ചെയ്യുന്നു? അവഗണിക്കുക. മനുഷ്യൻ എന്തോ ചെയ്യും? ചെറിയ സന്തോഷങ്ങൾ. എന്നിട്ട് വേറൊരു പ്രശ്നം മനുഷ്യനുണ്ട്, മറ്റൊരാളുടെ ജീവിതം കാണുമ്പോ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അയ്യോ എനിക്ക് ആ പുസ്തകം കിട്ടിയില്ല എന്നാ അവിടെ ചെന്നിരുന്ന അയാളെ കൂട്ടടിച്ച് അതിന്റെ പുസ്തകം ഒന്നും വായിച്ചിട്ട് വരുമല്ല, ആ പുസ്തകം കൊണ്ടുവന്ന് അലമാരെ വെക്കണം. പഠിക്കണ്ട. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ശൈലി. ഐഡിയ കിട്ടിയോ? മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ സ്വന്തം ജീവിതം ചെറുതാണെന്ന് തോന്നും. കമ്പയർ ചെയ്യരുത്. മനസ്സിലാവുന്നോ? മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അത് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം തകർക്കരുത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നന്ദി പറയാൻ മറക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. അല്ല, അപ്പച്ചൻ കൊണ്ട് പോകുന്നു. അപ്പച്ചനോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് നമുക്ക് നന്ദി പറയാൻ പറ്റണം. കാരണം എന്താ? ഈ രാവിലെ എഴുന്നേറ്റ് നടന്നതിന് താങ്ക്സ് അപ്പച്ച എന്ന് പറയാൻ നമ്മൾ വിലമതിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ആ സന്തോഷം നഷ്ടപ്പെടുത്തുക. ആ അപ്പച്ചനോട് അങ്ങനെ തോളെ ചേർത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അപ്പച്ചൻ എന്തോ ഉണ്ടാവുന്നുണ്ട്? കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതിൽ അദ്ദേഹം സന്തോഷിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എല്ലാത്തിനും എന്താ പറയണം? നന്ദി പറയണം. ഹലോ, സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളാ. എന്തുകൊണ്ട്? എന്തോ കൊടയൊക്കെ പിടിച്ച് തണുപ്പത്ത്? കണ്ണ് കാണും. ഓക്കെ നമുക്ക് എന്താണ് കടയിൽ കാണാം.
മനസ്സിലായോടെ? ഏ അപ്പൊ നന്ദി പറയാൻ മറക്കുന്ന ജീവിതം സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. മനസ്സിലായോ? ഇന്നത്തെ ജീവിതം വിലമതിക്കാത്ത ഒരാൾ നാളെ റിഗ്രറ്റ് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾ ഇന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ ഈ മൊമെന്റിൽ ജീവിക്കും. യെസ്റ്റർഡേ ഈസ് പാസ്റ്റ്, ടുമാറോ ഈസ് ഫ്യൂച്ചർ. സോ യു ലീവ് ഇൻ വേ പ്രസന്റ്. മനസ്സിലാവുന്നു? യെസ്റ്റർഡേ മൈ ഡോട്ടർ എന്തുവരുന്നു ഇന്നലെ എന്റെ കുഞ്ഞ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. നിയ സാർ നെൽസൺ ഇന്നലെ ഒരു പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഉണ്ടല്ലോ എല്ലാം പ്രസന്റിൽ പറഞ്ഞു. മോനത് ചെയ്തില്ലയോ? തേങ്ക്ര. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്ത് എന്റെ കുഞ്ഞ് പ്രസന്റിൽ പ്രാർത്ഥിക്കാൻ പഠിച്ചു. മനസ്സിലാവുന്നോ? ജീസസ് ക്രൈസ്റ്റ് അങ്ങനെയാണ് പ്രാർത്ഥിപ്പിച്ചത്. നിങ്ങൾ എന്തു സാധനം നടന്നു എങ്കിലും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. That confidence will give you more than what you need. Your need will satisfy. If you pray in present. അല്ലാതെ ഇന്നലെ എനിക്ക് അങ്ങനെയുള്ള ഫ്യൂച്ചർ എല്ലാം നിങ്ങൾ പ്രൈസ് ചെയ്ത് പറയണം. ഓക്കെ, കഷ്ടപ്പാടുണ്ടായാലും അതിനെ പ്രൈസ് ചെയ്ത് പാസ്റ്റ് മൊത്തം. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ന് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ വിൽ ബി ക്ലിയർ. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? വിലമതിക്കാത്തവർ നാളെ റിഗ്രറ്റ് ചെയ്യപ്പെടും. മനസ്സിലായോ? സ്നേഹമുണ്ടല്ലോ, സ്നേഹം. സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെക്കുന്നത് ബന്ധങ്ങളെ എന്തോ ചെയ്യും? ദുർബലമാക്കും. എന്തോ ചെയ്യും? അതില്ല കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം എന്താ പറയുന്നു? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. എനിക്ക് എന്റെ നിയാമോളോട് സ്നേഹമുണ്ട്, പക്ഷെ എപ്പോഴും അങ്ങ് ഷൗട്ട് ചെയ്യുക. കാര്യമുണ്ടോ? സ്നേഹം പ്രകടിപ്പിക്കണം. കാരണം എന്താ? ഹായ് ചേട്ടാ ആണോ? സ്നേഹം പ്രകടിപ്പിക്കണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അത് പ്രകടിപ്പിക്കാൻ പിന്നെ നമ്മൾ ഉണ്ടായെന്നിരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇത്രയും പോയിന്റ്സ് ഒക്കെ ഉള്ളൂ. ഇന്ന് ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായോ? ഇന്ന് ജീവിക്കാൻ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് പോയിന്റ്സ്? എന്തിനു വേണ്ടിയാ പറഞ്ഞിപ്പോ? നമ്മുടെ ജീവിതം വിലമതിക്കണം. അങ്ങനല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കേണ്ട കാര്യം. നമ്മൾ ആരെയാണ് വിലമതിക്കേണ്ടത്? നമ്മളെയാണ്. അത് മറക്കുന്നില്ല. നമ്മളെന്നല്ല, മറ്റുള്ളവർക്ക്. എലോൺ മസ്ക് കറക്റ്റ് ആയിട്ട് അവന്റെ ജീവിതത്തെ വിലമതിക്കും. ജയിച്ചവൻ എപ്പോഴും അവന്റെ ജീവിതമാണ്, അവന്റെ സമയത്തിന് മാത്രമേ വില കൊടുക്കൂ. മനസ്സിലായോ? അപ്പൊ ഈ ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യുന്ന, അയ്യോ നീ അവിടെ വന്നില്ല, ഞാനിവിടെ വന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാവുന്നു? നമ്മൾ അത് നോക്കിയേ വേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ 100% എന്ത് ചെയ്യണം? നമുക്ക് വിലമതിക്കണം. നമ്മുടെ സമയം കൃത്യമായി ഉപയോഗിക്കണം. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുക. ഓക്കെ, താങ്ക് യു.